പ്രിയപ്പെട്ട മോമിനിങ്ങളെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ഒരു വേദന കെട്ടടങ്ങും മുന്നേ വീണ്ടും വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് നമുക്ക് കേൾക്കാനിടയായത്. സുബ്ഹാനല്ലാഹ്. ഇതുപോലെ തന്നെയായിരുന്നു എൻ്റെ നാട്ടിൽ 2 ദിവസം മുന്നേ വളരെ വേദനിപ്പിക്കുന്ന ഒരു വാർത്ത. ചിലപ്പോൾ നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാവും. ഞാൻ അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മളൊക്കെ ആ മകന് വേണ്ടി ദുആ ചെയ്തിട്ടുമുണ്ട്. മക്കളൊക്കെ കൂടി കളിക്കുന്നതിനിടെ നായ ഓടിപ്പിച്ച് ഈ മക്കളൊക്കെ ചിതറി ഓടിയപ്പോൾ ഈ മോൻ വീണത് ഒരു പൊട്ടക്കിണറിൽ മരണപ്പെട്ടുപോയി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും കൊടുക്കട്ടെ പടച്ചറബ്ബ്. ആ മോന് സ്വർഗീയ പൂങ്കാവനം തുറന്നു കൊടുക്കട്ടെ. അപ്പോൾ ഈ 2-3 ദിവസം കൊണ്ട് നമ്മളെ വേദനിപ്പിച്ച മരണം ഇപ്പോൾ 3 മരണമായി മക്കളുടെ. ഇന്നലെയായിരുന്നു ഒരു 2 വയസ്സുകാരൻ കുമ്പള ഭാസ്കര നഗറിലെ അൻവറിൻ്റെയും മഹറൂഫയുടെയും മകൻ അനസ് മരണപ്പെട്ടത്. ആ ഒരു വേദന കെട്ടടങ്ങും മുന്നേ, ആ മകനെ ഖബറിലേക്ക് എടുക്കും മുന്നേ ഒരു മരണവും നടന്നിട്ടുണ്ട്. അനസ് മരണപ്പെട്ടത് പിസ്തയുടെ തൊലി തൊണ്ടയിൽ കുടുങ്ങിയായിരുന്നു. മക്കൾ കാരണം മാതാപിതാക്കൾക്ക് വേദനിക്കാനേ നിവൃത്തിയുള്ളൂ. കടവത്ത് വീട്ടിൽ നസീമ എന്നവരുടെ മകൻ മുഹമ്മദ് നിഹാല് മരണപ്പെട്ടിട്ടുണ്ട്. 14 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. നമ്മുടെ മക്കളൊക്കെ നിസാര കാരണങ്ങൾ കൊണ്ട് മരണപ്പെട്ടു പോവുകയാണ്. പടച്ചറബ്ബ് നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ. ഇതുപോലുള്ള പെട്ടെന്നുള്ള പിടുങ്ങനെയുള്ള മരണത്തെ തൊട്ട് നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ. ഹാഫിയത്തോടു കൂടിയുള്ള ദീർഘായുസ് നൽകട്ടെ നമ്മുടെ മക്കൾക്കൊക്കെ. മസാജ് യന്ത്രത്തിൽ നിന്നും ഷോക്കേറ്റാണ് ഈ മകൻ മരണപ്പെടുന്നത്. സുബ്ഹാനല്ലാഹ്. അതെങ്ങനെയാണ് സംഭവിച്ചത്? ചെമ്മാട് CK നഗർ സ്വദേശി ആഴുവളപ്പിൽ വഹാബ്, കടവത്ത് വീട്ടിൽ നസീമ എന്നവരുടെ മകൻ നിഹാല് 14 വയസ്സ് മരണപ്പെട്ടിരിക്കുകയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ദുആ ചെയ്യണം. ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും ലഭിക്കാൻ എല്ലാവരും ദുആ ചെയ്യണം. ഇന്നലെ മരണപ്പെട്ട ആ കുട്ടിക്കും ആ കുട്ടിയുടെ മാതാപിതാക്കൾക്കും ദുആ ചെയ്യണം. ഇന്നലെ ഞായറാഴ്ച രാത്രി 8 മണിക്കാണത്രേ സംഭവം നടന്നത്. കുണ്ടൂരിലെ ഉമ്മയുടെ വീട്ടിൽ വെച്ചാണ് ഈ സംഭവം നടക്കുന്നത്. മസാജ് യന്ത്രം പ്രവർത്തിക്കുന്നതിനിടെയാണ് ഈ കുട്ടിക്ക് ഷോക്കേൽക്കുന്നത്. ഷോക്കേറ്റ കുട്ടിയുടെ അലർച്ച കേട്ടാണ് വീട്ടുകാരവിടെ ഓടിയെത്തുന്നത്. ഉടൻ തന്നെ എല്ലാവരും കൂടി ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം തട്ടിയെടുക്കുകയായിരുന്നു. പടച്ചറബ്ബിൻ്റെ വിളിക്ക് ആ പൊന്നുമോൻ ഉത്തരം നൽകി. പടച്ചറബ്ബിൻ്റെ റഹ്മത്തിലേക്ക് ആ പൊന്നുമോൻ യാത്രയായി. മൃതദേഹം തിരുവങ്ങാടി താലൂക്ക് ആശുപത്രി മോർച്ചറിയിലാണുള്ളത്. തിരുവങ്ങാടി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് പൊന്നുമോൻ. പ്രിയപ്പെട്ടവരെ, എന്താണ് ചെയ്യുക? നമ്മുടെ മക്കൾ വളരെ നിസാരമായ കാരണങ്ങൾ കൊണ്ട് മരണപ്പെട്ടു പോവുകയാണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇത്ര മാത്രമേ ഉള്ളൂ. നമ്മൾ ചെയ്യുന്ന ഇബാദത്തിൽ 5 നേരവും നമ്മുടെ മക്കൾക്ക് വേണ്ടി, ആഫിയത്തിന് വേണ്ടി ചോദിക്കുക പടച്ചറബ്ബിനോട്. ബുദ്ധിയില്ലാത്ത മക്കളാണ് പെട്ടെന്നും പിടുങ്ങനെയും അബദ്ധത്തിലും മരണപ്പെട്ടു പോകുക. അവരിൽ പടച്ചറബ്ബിൻ്റെ ഒരു സംരക്ഷണ വലയം ഉണ്ടാകും. നമ്മൾ ആഫിയത്തിന് വേണ്ടി ചോദിക്കുക. നമ്മുടെയൊക്കെ ജീവനും ജീവിതവും നമ്മുടെ മക്കൾക്ക് വേണ്ടി മാത്രമാണ്. നമ്മൾ എന്ത് തിരക്കിലായാലും അവർക്ക് വേണ്ടി നമ്മളൊരു കണ്ണ് അവരുടെ മേൽ മാറ്റി വെക്കണം. പിന്നെ അവർ നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് യാതൊരു കാര്യവുമില്ല. നമ്മുടെ മക്കൾ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് സമാധാനത്തോടു കൂടി ജീവിക്കാൻ പറ്റോ? സമാധാനത്തോടു കൂടി കിടന്നുറങ്ങാൻ പറ്റോ? ഈ ജീവിതകാലം മുഴുവൻ നമ്മൾ അവർക്ക് വേണ്ടി കണ്ണീരൊഴുക്കി കഴിയേണ്ടി വരും. നമ്മൾ തന്നെ കാണുന്നില്ലേ, ഓരോ വെള്ളിയാഴ്ചകളിലും എത്ര മാതാപിതാക്കളാണ് മക്കൾക്ക് വേണ്ടി ഖബറിൻ്റെ കരയിൽ നിന്നും തേങ്ങിക്കരയുന്നത്. സുബ്ഹാനല്ലാഹ്. അതൊന്നും നമുക്ക് കാണാൻ പോലും പറ്റുന്നില്ല. ഇന്നലെ വരെ നമ്മുടെ കൂടെ കിടന്നുറങ്ങിയ നമ്മുടെ മക്കൾ ഇന്ന് രാത്രി നമ്മുടെ കൂടെ ഇല്ല എന്ന് പറയുമ്പോൾ ആ ഒരു അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഇന്നലെ നമ്മളുടെ കൂടെ കിടന്നുറങ്ങിയ മോനാ, കഥകൾ പറഞ്ഞും ചിരിച്ചും കളിച്ചും നമ്മുടെ കൂടെ കിടന്നുറങ്ങിയ മോൻ ഇന്ന് ഇല്ല എന്ന് ഓർക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, നമുക്കതൊന്നും സഹിക്കാൻ പറ്റില്ല, ഓർക്കാൻ പോലും പറ്റില്ല. പടച്ചറബ്ബ് നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ. പടച്ചറബ്ബെ, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ മക്കളെ കൊണ്ടുപോകല്ലേ റബ്ബേ. നമുക്കത് സഹിക്കാൻ പറ്റില്ല റബ്ബേ.
നമ്മുടെ ഈ ദുആ നീ സ്വീകരിക്കണ റബ്ബേ. നമ്മുടെ മക്കൾക്ക് നീ ആഫിയത്ത് നൽകണ റബ്ബേ, ആരോഗ്യം കൊടുക്കണ റബ്ബേ. നമ്മുടെ മക്കൾക്കൊക്കെ ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ കൊടുക്കണ റബ്ബേ. പടച്ച റബ്ബേ, ഈ മരണപ്പെട്ടുപോയ മക്കൾക്ക് സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണ റബ്ബേ. അവരുടെ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണ റബ്ബേ. ചെറിയ മക്കളാണ് റബ്ബേ, തെറ്റൊന്നും ചെയ്തിട്ടുണ്ടാവില്ല റബ്ബേ. അവർക്ക് എന്തെന്നായാലും സ്വർഗീയ പൂങ്കാവനം ലഭിക്കുമെന്നറിയാം റബ്ബേ. എന്നാലും ഞങ്ങൾ ചോദിക്കുകയാണ് റബ്ബേ, എന്നാലും ആ പൊന്നു മക്കൾക്ക് നീ സ്വർഗീയ പൂങ്കാവനം നീ തുറന്നു കൊടുക്കണേ റബ്ബേ. നമ്മുടെ ഹബീബായ തങ്ങളുടെ അടുത്തേക്ക് തന്നെ ആ പൊന്നു മക്കളെ ഏൽപ്പിച്ചേക്കണേ റബ്ബേ. പടച്ച റബ്ബേ, ആ മാതാപിതാക്കൾക്ക് നീ ക്ഷമ കൊടുക്കണ റബ്ബേ, ക്ഷമ കൊടുക്കണ റബ്ബേ, സഹനശക്തി കൊടുക്കണ റബ്ബേ, സഹനശക്തി കൊടുക്കണ റബ്ബേ. പടച്ച റബ്ബേ, ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദുആ നീ തള്ളിക്കളിയല്ലേ റബ്ബേ. നമ്മുടെ ദുആ നീ സ്വീകരിക്കണ റബ്ബേ. ഇവരിലേക്ക് എത്തിച്ചു കൊടുക്കണ റബ്ബേ, ഇവരുടെ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണ റബ്ബേ. പടച്ച റബ്ബേ, ഇതുപോലുള്ള പെട്ടെന്നുള്ള അപകട മരണത്തിൽ നിന്നും ഞങ്ങളുടെ മക്കളെയൊക്കെ നീ കാക്കണ റബ്ബേ. പടച്ച റബ്ബേ, മക്കളെ കാക്കണ റബ്ബേ. മക്കളില്ലാത്ത ജീവിതം ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും വയ്യ റബ്ബേ. കാണുകയും കേൾക്കുകയും ചെയ്യുന്ന ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല റബ്ബേ. അപ്പോൾ ആ മാതാപിതാക്കളുടെ അവസ്ഥ എന്തായിരിക്കും റബ്ബേ. നീ അവർക്ക് ക്ഷമ കൊടുക്കല്ല, ക്ഷമ കൊടുക്കല്ല, ക്ഷമ കൊടുക്കല്ല. നമ്മുടെ മക്കളെ ഇതുപോലെ കൊണ്ടുപോകല്ലേ റബ്ബേ. നമ്മുടെ മക്കൾക്ക് ആഫിയത്ത് കൊടുക്കണ റബ്ബേ, ആരോഗ്യം കൊടുക്കണ റബ്ബേ. നമ്മുടെ കുടുംബത്തിലൊക്കെ ബർക്കത്ത് ചൊരിയണ റബ്ബേ. നമ്മുടെ കുടുംബത്തിലൊക്കെ ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ കൊടുക്കണ റബ്ബേ. നമ്മുടെ മക്കൾക്ക് വേണ്ടിയുള്ള ജീവിതമാണ് റബ്ബേ. അവരില്ലാത്തൊരു ജീവിതം ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും വയ്യ റബ്ബേ. പടച്ച റബ്ബേ, ഇതുപോലുള്ള മരണങ്ങൾ കാണുമ്പോഴാണ് റബ്ബേ നമ്മൾ നമ്മുടെ മക്കളെ കുറിച്ച് ചിന്തിക്കുന്നത് റബ്ബേ. ഇതുപോലൊരവസ്ഥ ഒരു മാതാപിതാക്കൾക്കും നീ കൊടുക്കല്ലേ റബ്ബേ. പടച്ച റബ്ബേ, നമ്മുടെ മക്കളെ കാക്കണ റബ്ബേ, മക്കളെ കാക്കണ റബ്ബേ. മക്കളില്ലാത്തൊരു ജീവിതം ഞങ്ങൾക്ക് നൽകല്ലേ റബ്ബേ. സഹിക്കാൻ പറ്റൂല റബ്ബേ, സഹിക്കാൻ പറ്റൂല. പടച്ച റബ്ബേ, ഈ പാപിയായ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണ റബ്ബേ, സ്വീകരിക്കണ റബ്ബേ. പ്രിയപ്പെട്ടവരെ, എല്ലാവരും ഈ മക്കളുടെ മാതാപിതാക്കൾക്ക് ക്ഷമ നൽകാൻ ദുആ ചെയ്യുക. പറ്റുന്നവരൊക്കെ ഈ കുഞ്ഞു മക്കൾക്ക് വേണ്ടി യാസീനും ഫാത്തിയും ഓതി ഹദിയ ചെയ്യുക. എല്ലാവരും അവരവരുടെ മക്കൾക്ക് വേണ്ടി ആഫിയത്തിന് വേണ്ടി ചോദിക്കുക. മക്കളെ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. എന്നാലും ചില തിരക്കുകൾ കാരണം ചിലപ്പോൾ നമ്മൾ മക്കളെ ശ്രദ്ധിക്കാതെ വന്നേക്കാം. അതൊരിക്കലും ഉണ്ടാകരുത്. നമ്മുടെ ഹൃദയത്തിൽ എന്നും അവരുടെ ചിന്തകൾ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അവർ കഴിഞ്ഞിട്ട് മതി ബാക്കിയെല്ലാം. അവരൊരു വഴിക്കാകുന്നത് വരെ നമ്മുടെ സംരക്ഷണത്തിൽ തന്നെ ആയിരിക്കണം. നമ്മൾ അവർക്കൊരു വഴികാട്ടിയായി, നമ്മൾ അവർക്കൊരു ബോഡി ഗാർഡായി, നല്ലൊരു ഉപദേശകനും നല്ലൊരു കൂട്ടുകാരനുമായി എന്നും നമ്മൾ മാതാപിതാക്കൾ തന്നെ അവരുടെ കൂടെ ഉണ്ടാകണം. പടച്ച റബ്ബ് നമ്മുടെ മക്കളെയൊക്കെ നന്നാക്കി തരട്ടെ. ആമീൻ. അപ്പോൾ ദുആ വസിയത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.